ഇന്നത്തെ സബ്ജക്റ്റ് തിരുരക്തത്തിൻ്റെ മഹിമ. ലേവ്യ പുസ്തകത്തിൻ്റെ 17:11 വചനപ്രകാരം ഒരു മനുഷ്യൻ്റെ രക്തത്തിലാണ് അവൻ്റെ ജീവനിരിക്കുന്നത്. അതായത് നമ്മൾ രക്തം ചൊരിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവന് കൊടുക്കുന്നതാണ് അതിനർത്ഥം. ഇത് തന്നെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ക്രൂശിൽ ചെയ്തത്. എബ്രായലേഖനത്തിൻ്റെ 9:22 വചനപ്രകാരം രക്തം ചൊരിയാതെ പാപത്തിന് മാപ്പില്ല. ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും, ക്രിസ്തു വരേണ്ട ആവശ്യമില്ല, ആരുടെ രക്തത്തിലായാലും ആരുടെ രക്തം വേറെ ആരെങ്കിലും ചെയ്താൽ പോരെ. അല്ല, അങ്ങനെയല്ല. നമ്മളൊക്കെ പാപത്തിലാണ് ജനിച്ചത്. സങ്കീർത്തനം 51 ദാവീദ് പറയാണ്. അപ്പം നമ്മളെ രക്തം ഒരു മഹിമയുള്ള രക്തമല്ല, പാപത്തിൻ്റെ രക്തമാണ്. അതുകൊണ്ട് പാപമില്ലാത്ത ഒരു മനുഷ്യന് പകരമായിട്ടുള്ള, പാപം ചെയ്തത് മനുഷ്യനാണ്. ആ മനുഷ്യന് പകരമായിട്ടുള്ളതുകൊണ്ട് ജീസസ് ക്രൈസ്റ്റ് ഈ ലോകത്തിൽ പൂർണ്ണ മനുഷ്യനായിട്ടും പൂർണ്ണ ദൈവവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്ത്രീൻ്റെയും പുരുഷൻ്റെയും കൂടി സംഗമത്തിൽ കൂടിയല്ല ക്രിസ്തു ജനിച്ചുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൽ കൂടിയാണ് ഇത് നടന്നുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അത് പാപമില്ലാത്ത രക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാപത്തിന് ക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം രക്തം ലാസ്റ്റ് തുള്ളി വരെ ക്രൂശിൽ അർപ്പിക്കുകയാണ് ചെയ്തത്. ആ രക്തത്തിൽ നിന്നാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത്. നമ്മൾ ലോകത്തിലും ലൗകികരായിട്ടും ജീവിച്ചവരെ ദൈവപുത്രന്മാരാക്കുന്ന ഈ രക്തത്തിൻ്റെ മഹിമയിൽ കൂടി മാത്രമാണ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി രക്തം ചൊരിയാതെ പാപത്തിന് മാപ്പില്ല. ഇതിനെപ്പറ്റി എഫെസ്യൻ്റെ ലേഖനത്തിൻ്റെ 1:7 പറയുന്നുണ്ട്. നമ്മൾ റിഡംഷൻ, അതായത് വീണ്ടെടുപ്പ് രക്തത്തിൽ കൂടിയാണ് നടന്നിട്ടുള്ളത്. അതുകൂടാതെ 1 യോഹന്നാൻ്റെ 1:7 പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയാണ് ഈ വചനം പറയുന്നത്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ശുദ്ധരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തോടു കൂടി ഈ ലോകത്തിലുള്ള സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ജഡത്തിലായി ജീവിക്കുന്നതുകൊണ്ട് ഈ ജഡത്തിലും നമ്മളെ ദേഹിയിലും ഇനിയും പാപമുണ്ട്. നമ്മൾ ആത്മാവിൽ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ആ പാപമുള്ളത് കൊണ്ട് പിന്നെയും നമ്മൾ തെറ്റൊക്കെ ചെയ്തുകൂടെ ഇല്ല. ആ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം നമ്മൾ പാപത്തിൽ നിന്നും മോചനപ്പെടണമെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ ശുദ്ധനാക്കി മാറ്റണമെങ്കിൽ നമ്മളത് കൺഫസ് ചെയ്യണം. അതായത് നമ്മൾ പറയണം, ഞാനിങ്ങനെ ഒരു പാപം ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ കൺഫസ് ചെയ്യാണ്, അത് ഞാൻ ഖേദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മൾ പാപത്തിന് മാപ്പ് തരും. പുതിയ നിയമപ്രകാരം 1 കൊരിന്ത്യൻ്റെ 11 അധ്യായത്തിൻ്റെ 25 വചനപ്രകാരവും ലൂക്കോസ് 22:20 വചനപ്രകാരം ഒരു പുതിയ നിയമം നടപ്പാക്കണമെങ്കിൽ ഇത് രക്തത്തിൽ കൂടിയേ നടപ്പാക്കാൻ പറ്റുള്ളൂ. പഴയ നിയമവും രക്തത്തിൻ്റെ ഉടമ്പടിയാണ്, പക്ഷേ കൂടുതലായിട്ട് അതിൽ മൃഗങ്ങളെ രക്ഷിക്കുന്നതാണ്. പക്ഷേ അവസാനം വന്നിട്ട് അബ്രഹാമിൻ്റെ രക്തത്തിൽ കൂടിയാണ് നടന്നുള്ളത്. പഴയ നിയമം പുതിയ നിയമം രണ്ടും രക്തത്തിൻ്റെ ഉടമ്പടികളാണ്. പക്ഷേ ആ പഴയ നിയമം മനുഷ്യന് പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ദൈവം ഈ ലോകത്തിൽ വന്നിട്ട് അത് പൂർത്തീകരിച്ചതും നമ്മൾക്കൊരു പുതിയ
നിയമം തന്നതും. അതുകൊണ്ട് നമ്മൾ ഇന്ന് സഞ്ചരിക്കേണ്ടത് പുതിയ നിയമത്തിൽ കൂടിയാണ്. ഇബ്രായലേഖത്തിൻ്റെ 8-ാം അധ്യായത്തിൽ 6 മുതൽ 9 വരെ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. നമ്മളോട് പറയുന്നത് നിങ്ങൾ പുതിയ നിയമത്തിൽ നടക്കണം. അങ്ങനെ ഈ പുതിയ നിയമത്തിലാണ് നടക്കുന്നത്. ഇന്ന് പഴയ നിയമത്തിൽ, പഴയ നിയമം കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ ഒരു പുതിയ നിയമത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ അത് താൽക്കാലികമായിട്ട് മനുഷ്യൻ്റെ ആവശ്യത്തിന് ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ഒരു പുതിയ നിയമം വരും. അത് ക്രിസ്തുവാണ് പുതിയ നിയമത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ അൾട്ടിമേറ്റ് സാക്രിഫൈസ് ആണ് ക്രിസ്തുവിൻ്റെ സ്വന്തം ജീവൻ ക്രൂശിൽ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 12:11 പ്രകാരം നമ്മൾ ഈ രക്തത്തിൽ കൂടിയാണ് നമ്മൾ സാത്താനിൽ നിന്നും വിജയം വരിക്കുന്നത്. സാത്താനിനെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഉള്ളിലായ സാത്താൻ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചതോടുകൂടി പുറത്തായി. നമ്മളൊരു പുതിയ സൃഷ്ടിയായി. അപ്പം ഉള്ളിൽ ആധിപത്യം സ്ഥാപിച്ച സാത്താൻ ഈ രക്തത്തിൻ്റെ മഹിമയിൽ കൂടി പുറത്താവുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു പുതിയ കോളനിലേക്ക് വരും. നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെ സ്വീകരിച്ച സമയത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നിട്ട് ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ രൂപീകരിക്കുകയാണ്. ആ മനുഷ്യൻ വേറെ ആരും അല്ല, ക്രിസ്തു തന്നെയാണ് ആ മനുഷ്യൻ. പുറത്തെ മനുഷ്യൻ നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന മനുഷ്യൻ തന്നെ, ഉള്ളിലുള്ള മനുഷ്യൻ ക്രിസ്തു എന്ന മനുഷ്യനാണ് നമ്മൾ ഉള്ളിൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:4 പറയുന്നത്, ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ, അതായത് ക്രിസ്തു പുറത്തുള്ളതാര സത്താനേക്കാളും വലിയവൻ. There is one who is in you than the one who is in the world. അപ്പോൾ അത് നമുക്ക് ആലോചിക്കണം. ഇതോടുകൂടി നമ്മൾക്ക് ദൈവത്തിന് എല്ലാ കോപങ്ങളും തീരാണ് ചെയ്യുന്നത്. ഇതിന് മുമ്പേ നമ്മളോട് ദൈവം കോപിതനായിരുന്നു. നമ്മൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് തരായിരുന്നു, ശിക്ഷ കിട്ടുമായിരുന്നു. ഇന്ന് അതോട് ആ ശിക്ഷയിൽ നമ്മൾ എന്നതേക്കും മാറ്റുകയാണ് ചെയ്തത്. ഇന്ന് ദൈവം ഗ്രേസ്, കൃപയിലാണ്. അതായത് ഒരിക്കലും നമ്മളെ പാപിയായിട്ട് ദൈവത്തിന് കാണാൻ പറ്റില്ല. ഈ നിയമത്തിൽ നമ്മൾ കൂടി നടക്കുകയാണെങ്കിൽ, പക്ഷേ പാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ നിയമത്തിൽ നിന്ന് മാറ്റിപ്പോകും, പിന്നെ സത്താൻ്റെ അണ്ടറിൽ വരും. അതല്ല പറഞ്ഞത്. ഈ നിയമത്തിൽ കൂടി അത് പ്രകാരം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതുകാരം നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിന് നമ്മളോട് ദേഷ്യം തോന്നില്ല. അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ 6:14 പറയുന്നത്, നമ്മൾ വി ആർ അണ്ടർ ഗ്രേസ്. വി ആർ അണ്ടർ ഗ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃപയിലാണ് ജീവിക്കുന്നത്. റോമാലേഖനത്തിൻ്റെ 5:9 പ്രകാരം ദൈവം നമുക്ക് സമാധാനം തരുകയാണ്. ഇത് തന്നെ 5:1 പറയുന്നത്, നമ്മുടെ സമാധാനം ദൈവത്തിൽ കൂടിയാണ് കിട്ടുന്നത്. നമുക്ക് സമാധാനം ദൈവമാണ് നമ്മളെ സമാധാനം. ദൈവത്തിനെ പറ്റി നമ്മൾ സമാധാന പ്രഭു എന്നാണ് ഐസയ ലേഖനത്തിൻ്റെ 9:6 പറയുന്നത്. അപ്പോൾ ഈ ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്നും സമാധാനം ഉണ്ടാവും. ആ ഒരു സമാധാനത്തെ പറ്റിയാണ് ഈ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഒറ്റ വരിയിൽ കൂടി പറയുകയാണെങ്കിൽ, ഈ രക്തം നമ്മളെ ശുദ്ധീകരിക്കുക ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ശുദ്ധീകരിക്കുന്നുണ്ട്, മോചിപ്പിക്കുന്നുണ്ട്, ദൈവത്തോട് യോജിപ്പിക്കുന്നുണ്ട്, ശത്രുവിനെ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊളോസ്യൻ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വചനപ്രകാരം ക്രിസ്തു സത്താനെ തോൽപ്പിച്ചിട്ട് ജയോത്സവം കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. അതൊരു പട്ടാളത്തിൻ്റെ ടേമാണ്, ജയോത്സവം കൊണ്ടാടുക. റോമൻ സ്വത്താൾക്കാർ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ആ രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന് ശേഷം അവനൊരു പബ്ലിക് ആയിട്ടാണ് നടക്കുന്നത്, പബ്ലിക് ഡിസ്പ്ലേ ആയിട്ട്. അതേമാതിരി തന്നെയാണ് ഇവിടെ നടന്നുള്ളത്. ഈ രക്തത്തിൽ കൂടി നമ്മൾ വീണ്ടെടുത്ത് തന്നെയല്ല, നമുക്ക് എന്നേക്കും ജയം തന്നിരിക്കുകയാണ്. ക്രിസ്തു ജയം തന്നിരിക്കും. ക്രിസ്തുവിൻ്റെ ജയം നമുക്കാണ്. നമ്മൾ എന്നേക്കും വിശുദ്ധനായി മാറുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ വിശുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5:21 അവൻ്റെ വിശുദ്ധി നമ്മളിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ രക്തത്തിൽ കൂടിയാണ് സകല പ്രവൃത്തിയും ക്രിസ്തു പൂർത്തീകരിച്ചിട്ടുള്ളത് ക്രൂശിൽ. ഈ വചനം
നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നും നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമെന്നും വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.